ഹലോ, നമസ്കാരം. നമുക്ക് മുട്ട പുഴുങ്ങിയത് ഡിഫറെൻറ്റ് ടേസ്റ്റിലൊന്ന് കഴിച്ചു നോക്കിയാലോ? വരൂ, നമുക്ക് കാണിക്കാം. ഒരു റെഡ് ചട്നിയും ഒരു ഗ്രീൻ ചട്നിയും ഫില്ല് ചെയ്താണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ റെഡ് ചട്നി ഉണ്ടാക്കുന്നത് നല്ലപോലെ സവാള വഴറ്റുക, അതിലേക്ക് വാളംപുളി ചേർക്കുക, മുളക് പൊടി ചേർക്കുക, എന്നിട്ടത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഗ്രൈൻഡ് ചെയ്യുക. ഗ്രീൻ ചട്നി എന്ന് പറഞ്ഞാൽ പുതിന, മല്ലിയില, നാരങ്ങാനീര്, കാന്താരി ഇവയെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് ഉപ്പും ചേർത്ത് വയ്ക്കുക. അതാണ് ഗ്രീൻ ചട്നി. അപ്പോൾ ഞാനിവിടെ താറാമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏത് മുട്ടയാണെങ്കിലും നമുക്കെടുക്കാം. അതൊരു 3/4 കട്ട് ചെയ്ത ശേഷം, മുട്ട കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ആദ്യമേ നമ്മുടെ റെഡ് ചട്നി അങ്ങ് ഫില്ല് ചെയ്യുക. വളരെ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണിത്. അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം മറ്റേ മുട്ട എടുത്ത് അതിലേക്ക് നമ്മുടെ കാന്താരി ചട്നി, അതായത് പുതിന, മല്ലിയില, നാരങ്ങാനീര്, കാന്താരി ഇവയെല്ലാം കൂടെ അരച്ച് ഉപ്പ് ചേർത്ത് അതാണ് നമ്മൾ ഈ സെക്കൻഡ് മുട്ടയിൽ ഫില്ല് ചെയ്യുന്നത്. അതും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എന്ന് നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ അത് ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ടേബിളിൽ വെക്കാനും ഒരു നല്ല ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.